പ്രശാന്ത് സാർ നമസ്കാരം. കഴിഞ്ഞ ദിവസം, അതായത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അതിർത്തിയിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ടായിരുന്നു. പൂഞ്ച് മേഖലയിലടക്കം പാകിസ്ഥാൻ വല്ലാത്ത വിധത്തിൽ നമ്മളെ ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ശക്തമായി തന്നെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയും ഇതിന്റെ ഭാഗമായി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ശക്തമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും കൃത്യമായ നിർദ്ദേശം പാകിസ്ഥാന് കൊടുക്കുകയും ചെയ്തു. ഒരു സർജിക്കൽ സ്ട്രൈക്ക് മോഡലിൽ തന്നെ നമ്മൾ പ്രതികരിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷെ അതധികം മാധ്യമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്തതായിട്ട് കാണുന്നുമില്ല. എന്തൊക്കെയാണ് സാർ അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഈ 2003 തോന്നുന്നു നമ്മൾ ഈ പാകിസ്ഥാനുമായിട്ട് അതിർത്തിയിൽ ആവശ്യമില്ലാത്ത പ്രകോപനം അല്ല വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ആരും ആവശ്യമില്ലാതെ പ്രകോപനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കാൻ പാടില്ല. ഇപ്പം കഴിഞ്ഞ 10 കൊല്ലത്തിനകത്ത് വെടിവെക്കുന്നതേ നമ്മൾ കേട്ടിട്ടില്ല. വാർത്തയിൽ ഞാനൊന്നും കേട്ടിട്ടില്ല. അല്ലെങ്കിൽ എന്നും വെടിവെപ്പാണ്, എന്നും വെടിവെപ്പാണ്. അത് വെടിവെപ്പ് എന്ന് പറഞ്ഞാല് ഇവിടെ ആളിനെ കയറ്റി വിടുന്നത്, അതായത് നുഴഞ്ഞു കയറ്റക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി പട്ടാളത്തിന്റെ ശ്രദ്ധ അതിർത്തിയിൽ ഉണ്ടാകാത്ത വിധം അവരുടെ ശ്രദ്ധ തിരിച്ചിട്ട് നുഴഞ്ഞു കയറ്റക്കാരെ, അതായത് ഭീകരവാദികളെ, തീവ്രവാദികളെ, ടെററിസ്റ്റുകളെ ഇവിടെ കയറ്റിവിടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇതിനകത്ത് ഈ പട്ടാളത്തിന് വേണ്ട രീതിയിലുള്ള സ്വാതന്ത്ര്യം കൊടുത്ത നരേന്ദ്രമോദി, അല്ലെങ്കിൽ ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ ആരോടും ചോദിക്കാതെ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം പട്ടാളത്തിന് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 10 കൊല്ലം ഇവിടോട്ട് വന്നവന്റെ എല്ലാം വായിക്കകത്തു കൂടി വെടിയുണ്ട കയറ്റി വിടുകയും അല്ലെങ്കിൽ അതിർത്തി കടന്ന് അവനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കും ഇന്ത്യൻ പട്ടാളത്തിന് കരുത്ത് പണ്ടേ ഉണ്ട്. ആ കരുത്ത് തെളിയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ പട്ടാളത്തോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പാകിസ്ഥാനികൾ വാലും ചുരുട്ടി ഓടിപ്പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ 2024 ശേഷം 2024 സത്യപ്രതിജ്ഞയുടെ ഒന്നാണ് കാശ്മീരിൽ ഒരു വിദേശ സഞ്ചാര ബസ് ഈ പറഞ്ഞതുപോലെ ആക്രമിച്ച് തുടക്കം കുറിച്ചു. അപ്പൊ ഈ പൂഞ്ച് മേഖലയിൽ, ഈ പറഞ്ഞ കാശ്മീർ അതിർത്തിയിൽ പൂഞ്ച് മേഖലയിൽ വളരെ കൂടുതൽ നമ്മളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. അത് വളരെ കുറച്ച് ദിവസമായിട്ട് ഈ പ്രകോപനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പട്ടാളക്കാർക്ക് പരിക്കേൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അല്ലെങ്കിൽ സ്ഫോടനത്തിൽ പട്ടാളക്കാരന്റെ 2 കാലുകൾ നഷ്ടപ്പെടുന്ന അത് ഭീകരാക്രമണം, അതും അതിർത്തിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഭീകരാക്രമണത്തിൽ 2 ഇളിക്ക് താഴെ തകർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പൊ കഴിഞ്ഞ ദിവസം പോസ്റ്റിൽ, നമ്മുടെ സൈന്യ പോസ്റ്റിൽ നിന്ന് പട്ടാളക്കാരന് ഗുരുതര പരിക്കുണ്ടാകുന്ന ഒരവസ്ഥ. തിരിച്ചടിച്ചു, വളരെ കൃത്യമായിട്ട് തിരിച്ചടിച്ചു. വളരെ കൂടുതൽ പട്ടാളക്കാർ, മരണസംഖ്യ വളരെ കൂടുതലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പട്ടാളക്കാർ മരണപ്പെടുന്ന, പാകിസ്ഥാൻ പട്ടാളക്കാർ മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിന്റെ ഫോട്ടോസൊക്കെ ചില ഈ പറഞ്ഞ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര യൂട്യൂബുകളിലും ഒക്കെ കാണുവാൻ സാധിക്കും. അപ്പം അത് വീണ്ടും തിരിച്ചടിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ പട്ടാളം ആർത്തി തീരാനിക്കുന്ന ഒരവസ്ഥയിലേക്കും തിരിച്ചടിച്ചുകൊണ്ടേയിരുന്ന ഒരവസ്ഥയിലേക്കും വന്നപ്പോൾ അന്താരാഷ്ട്ര മാധ്യമമായിട്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങളല്ല അന്താരാഷ്ട്ര രീതിയിൽ പാകിസ്ഥാൻ ബന്ധപ്പെടുകയും ഇപ്പൊ പാകിസ്ഥാൻ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കമാൻഡർ തല ചർച്ച അതിർത്തിയിൽ നടന്നു. നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതുവരെ അല്ലെങ്കിൽ പറയുന്നത് പോലെയല്ല. ഇവിടെ ഇന്ത്യക്കകത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാലും ഇന്ത്യൻ പട്ടാളത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാലും യാതൊരു രീതിയിലും ഒരു കോംപ്രമൈസും ഉണ്ടാകാത്ത രീതിയിൽ അതിർത്തി കടന്ന് ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പൊ ഈ കമാൻഡർ തല ചർച്ചയ്ക്ക് മുമ്പ് അമിത്ഷാ മീറ്റിംഗ് വിളിച്ചായിരുന്നു. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ തന്നെ തീരുമാനം എടുത്തത്. കാരണം ലോകരാജ്യങ്ങളുടെ അവിടെ പോയി കരഞ്ഞു പറഞ്ഞു, അവന്മാർ ഇങ്ങോട്ട് കയറി ചെറിയ ആവശ്യത്തിന് അടി മേടിക്കും, അതിനുശേഷം നിർത്താൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ലോകത്ത് അല്ലെങ്കിൽ മറ്റ് ലോക സംവിധാനത്തിൻ്റെ അടുത്ത് പറയും ഞങ്ങൾ സഹായിക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് ഇടപെടണം. അപ്പം ആ രീതിയിലൊരു ഇടപെടിയിൽ വരുമ്പോൾ നമ്മൾ മാന്യമായ ഒരു രാജ്യം എന്ന രീതിയിൽ അപ്പം വീണ്ടും വെടിനിർത്തൽ കരാറുമായിട്ട് പാകിസ്ഥാനും ഇന്ത്യയും മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അത് ലംഘിച്ചാൽ ഈ പറയുന്നത് പോലെ ഇവിടുത്തെ പട്ടാളം വളരെ ശക്തമായ താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. അതിർത്തി കടന്ന് ആക്രമിക്കും. നേരത്തെ നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ പട്ടാളക്കാരെ ആക്രമിച്ച ഒരു സംഭവത്തിൽ നമ്മൾ വീട് കയറി അടിച്ച ഒരു വിഷയമുണ്ട്. വീട് കയറി അടിക്കുമെന്ന് മോദി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. നമ്മൾ പറഞ്ഞത് നമ്മളെ ഉപദ്രവിച്ചാൽ, നമ്മളാരെയും ഉപദ്രവിക്കാൻ പോകത്തില്ല, നമ്മളെ ഉപദ്രവിച്ചാൽ, നമ്മുടെ പട്ടാളത്തെ ഉപദ്രവിച്ചാൽ, നമ്മുടെ രാജ്യത്തിന് ഉപദ്രവം വരുന്ന രീതി വന്നാൽ വീട് കയറി അടിക്കുമെന്ന് പറഞ്ഞു. വീട് കയറി അടിച്ച സംഭവം ഉണ്ട്. കാരണം അതിർത്തിയിൽ കയറി അങ്ങോട്ട് കയറി ഇവർ ഏതാണ്ട് 400ഓളം വരുന്ന ടെററിസ്റ്റുകളെയാണ് ഒന്ന് കൊന്നതെന്നാണ് പറഞ്ഞത്. 800ഓളം മൊബൈൽ സിഗ്നൽസ് നമുക്ക് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും അല്ലെങ്കിൽ പട്ടാളത്തിനും ഒക്കെ അന്ന് ലഭിച്ചു. 800 എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ 2 മൊബൈൽ വെച്ചാൽ കണക്കൂട്ടി. അപ്പോഴും തന്നെ 400. അന്നാണ് ഈ ബങ്കർ ബ്ലസ്റ്റർ ബോംബ് നമ്മൾ ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ ഈ
ഇവിടെ ഉപയോഗിച്ചപ്പോഴാണ് അത് വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ വന്ന ബങ്കർ ബ്ലസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇസ്രായേൽ ഉപയോഗിച്ചപ്പോൾ, കാരണം ഹമാസിന്റെ നേതാവിനെ ഹിസ്ബുള്ളയുടെ ഒക്കെ നേതാവിനെ കൊണ്ട് അന്ന് ഈ ബങ്കർ ബ്ലസ്റ്റർ ഇവിടെ ഉപയോഗിക്കുന്ന ഒരവസ്ഥ വന്നു. ആ ബങ്കർ ബ്ലസ്റ്റർ ഉപയോഗിച്ച ഒരു ഗുണമെന്ന് പറഞ്ഞ വാർത്ത ഇത് മേളിലൊന്നും കാണത്തില്ല കേട്ടോ. എവിടെ അവന്മാർ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പോയി പൊട്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ഈ വരുന്ന കണ്ടോണ്ടാണ് ഈ ഹമാസിന്റെ ഒരു നേതാവ് വരുന്ന കണ്ടോണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തുന്നൊക്കെ പറഞ്ഞൊരു ചർച്ച ഉണ്ടായിരുന്നു. ഈ ബോംബ് വരുന്ന കണ്ടപ്പോഴേ അവൻ ചത്തുപോയി, ബോംബ് ദേഹത്ത് വീഴുന്നതിന് മുമ്പേ. അപ്പൊ അന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി പോയി പറഞ്ഞിട്ട് പറഞ്ഞു അവിടെ നിന്ന് ഒന്നും ബാലാക്കോട്ട് വിഷയം ചുമ്മാതെ പറയുന്നത് കേട്ടോ, അവിടെ നിന്ന് ഒന്നും നടന്നിട്ടില്ല. ഞാൻ നോക്കിയപ്പോ ഈ നടന്നെന്ന് പറയുന്നിടത്ത് മരവും നിൽപ്പുണ്ട്, കെട്ടിടവും നിൽപ്പുണ്ട്, എല്ലാം മരവും നിൽക്കും കെട്ടിടവും നിൽക്കും. ഇത് എവിടാന്ന് വെച്ചാൽ ഭൂമിക്ക് അടിയിലോട്ട് പോയി തുരന്ന് ആ ഭാഗത്ത് ചെന്ന് പൊട്ടത്തേ ഉള്ളൂ. അന്നേരം മരത്തിനും ഒരു കുഴപ്പവും പറ്റത്തില്ല, കെട്ടിടത്തിനും ഒരു കുഴപ്പവും പറ്റത്തില്ല. അതുകൊണ്ട് പട്ടാളക്കാര് തെളിവ് ചെന്നാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. പട്ടാളത്തിനോട് അന്ന് തെളിവ് ചോദിച്ചവരാ യുവരദോഷി, ഈ നമ്മുടെ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ഏതെങ്കിലും രാജ്യത്ത് രാജ്യസ്നേഹികളായിട്ടുള്ള ആള് പട്ടാളത്തോട് തെളിവ് ചോദിക്കുക. എന്റെ ഭർത്താവ് നമ്മള് ചൈന യുദ്ധം തോറ്റിവിടെ വന്ന പട്ടാളക്കാരോട് പോലും ബഹുമാനക്കുറവ് കാണിച്ചിട്ടില്ല. ഇയാളെന്താ തോറ്റിട്ട് വന്നെന്ന് ചോദിച്ചിട്ടില്ല. കാരണം തോറ്റുപോകും ജയിച്ചു പോവും. നമ്മൾ പട്ടാളത്തെ അത്തരത്തിൽ വലിയ ബഹുമാനത്തിൽ, അതാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്, അതാണ് ഇവിടുത്തെ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി. പട്ടാളത്തോട് തെളിവ് ചോദിച്ചു. പട്ടാളത്തിന് തെളിവ് കൊടുക്കാനൊക്കെ നമ്മുടെ ആഭ്യന്തര വിഷയമല്ലേ. അപ്പൊ ഞാനീ പറഞ്ഞത് ഇത് വലിയ വാർത്തയൊന്നും ആയില്ല, വാർത്തയായില്ല. പക്ഷെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ കയറി അടിച്ചാൽ ബംഗ്ലാദേശിൽ കയറി അടിച്ചാലും പാകിസ്ഥാനിൽ കയറി അടിച്ചാലും ഒന്നും നേരത്തെ കൂട്ടി രാജ്യങ്ങളൊന്നും ഇടപെടുന്ന ഒരു അവസ്ഥയിൽ നേരത്തെ കയറി എല്ലാവരും അങ്ങ് ഇടപെടും. ചൈന ചോദിക്കും, അമേരിക്ക ചോദിക്കും, വേറെ അറേബ്യൻ രാജ്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പൊ ആരും ചോദിക്കത്തില്ല. ഇവന്മാർക്ക് തല്ലുകൊണ്ട് അവന്മാര് മേടിക്കുക, അവന്മാര് പരാതി പറഞ്ഞാൽ കേൾക്കാൻ ആളില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മളുടെ ഇരിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഈ നയതന്ത്ര ബന്ധത്തിലെ വലിപ്പം, അല്ലെങ്കിൽ നമ്മുടെ നയതന്ത്ര ബന്ധം, എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യക്കെതിരെ പറയുന്നതിന് വേണ്ടി മറ്റ് രാജ്യങ്ങൾ തയ്യാറാവത്തില്ല. കാരണം ഈ കിടക്കുന്ന പാകിസ്ഥാനെതിരെ സംസാരിച്ചുകൊണ്ടോ ഈ ബംഗ്ലാദേശിനെതിരെ സംസാരിച്ചുകൊണ്ടോ നാളെ കാലത്ത് യാതൊരു പ്രയോജനവുമില്ല. ഇവന്മാർക്ക് അങ്ങോട്ട് വല്ലതും കൊടുക്കാനേ ഒക്കത്തുള്ളൂ. അവന്മാരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പൊ ഇന്ത്യയെ കൊണ്ട് പ്രയോജനമുണ്ട്. ഇന്ത്യയെ കൊണ്ട് എല്ലാ രാജ്യത്തിനും ആവശ്യമുണ്ട്. ഇന്ത്യയെ പിണക്കുന്നതോ ഇന്ത്യക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതോ കൊണ്ടോ നമ്മുടെ രാജ്യത്തിന്, അല്ലെങ്കിൽ ഓരോ രാജ്യവും വിചാരിക്കുന്ന കാര്യം, നമ്മുടെ രാജ്യത്തിന് പ്രയോജനമില്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നയതന്ത്ര ബന്ധം മുതലെടുത്ത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ആക്രമിക്കാലും, പാകിസ്ഥാനെ ആക്രമിച്ചാലും ബംഗ്ലാദേശിനെ ആക്രമിച്ചാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഇപ്പൊ ചോദ്യം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് നമ്മൾക്ക് മനസ്സിലാവുന്നത് പാകിസ്ഥാന് ശക്തമായ താക്കീതോടെ, എത്ര താക്കീത് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, അവൻ ഇത് ഈ പണി ചെയ്യും, വീണ്ടും മേടിക്കും. ഏതായാലും രണ്ടാമത് ഒരു പറയത്തക്കോണമുള്ള സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്. വളരെ മരണസംഖ്യ വളരെ കൂടുതലാണെന്നാണ് കേൾക്കുന്നത്. നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വാർത്തയുമാണ്. അധികം മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് കൊണ്ടും അല്ലെങ്കിൽ മാധ്യമങ്ങൾ പുറത്തുവിടാത്തത് കൊണ്ടുമാണ് നമ്മളിത് എടുത്തു പറഞ്ഞത്. നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വിഷയമാണല്ലോ. അപ്പം ഇന്ത്യയുടെ മുമ്പിൽ പാകിസ്ഥാൻ വീണ്ടും മുട്ടുപിറച്ച് നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. ബലാക്കോട്ടിന് ശേഷം ഈ അതിർത്തിയിൽ പ്രശ്നമുണ്ടാക്കുമ്പോൾ ശക്തമായ തിരിച്ചടി ഇന്ത്യ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് പല മാധ്യമങ്ങളും മുക്കിയ വാർത്തയാണ് നമ്മൾ എന്തായാലും ചർച്ച ചെയ്തത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.